അയ്യോ ജോലി തളർന്ന് വയ്യേ. സുഷുപ്ന നാടി ഇന്നാടി. സുഷുമ്ന നാടിയാ? സുഷുപ്ന നാടിയാ? ഞാൻ എന്തോ നീ പറയുന്നത്? സുഷമ്മേ ഇന്നാടി. എനിക്ക് ഏയ്യാ എന്തിനാടി എനിക്കെന്ന്? എടി സാധാരണ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ അകത്ത് കൊണ്ട് വെക്കണ്ടേ? കൊണ്ടുപോയി അകത്ത്. ഇതകത്തുകൊണ്ട് വെക്കാട്ടോ. അയ്യോ എന്റെ പഴതാ പോണോ. അയ്യോ ഡേ നിന്നടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭർത്താക്കന്മാരടുത്ത് വളരെ മാന്യമായിട്ടും സംസ്കാരത്തോടും പെരുമാറണമെന്ന്. ഇത്തിരി സൗമ്യമായിട്ട് പെരുമാറടി എന്റെ അടുത്ത്. എനിക്ക് ഇത്ര സൗമ്യതയുള്ളു. ഞാൻ പോവും. ഞാന്ന് പോവാ? നീ എന്തൊരു കൊരകനാ? അതല്ല, ഞാൻ നിന്റെ വീട്ടിൽ പോകുന്നു. നീ എന്ത് കാര്യം പറയടി അങ്ങോട്ട്? ഇന്ന് നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. ഞാനാ പറ ഇപ്പഴല്ലേ കാര്യം പിടി കിട്ടിയത്. നിന്റെ അച്ഛനെ രമയും കൂടെ അപ്പുറത്തെ വീട്ടിൽ പൊക്കിയ ദിവസമല്ലേ? തോന്നിയാസരം വർത്താനം പറയില്ല ചേട്ടാ. ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ. കൺഗ്രാറ്റുലേഷൻസ്. കൈവിട്. നിങ്ങൾ ഇന്ന് എന്നോട് എന്തെന്നാ പറഞ്ഞിട്ട് പോയത്? കാലത്ത് എനിക്ക് ഐപാഡ് മേടിച്ചേറി വെഡിങ് ആനിവേഴ്സറിക്ക് എന്ന് പറഞ്ഞിട്ടാണോ പോയത്? ആലപ്പുഴ ജില്ലക്കാര് സമ്മതിക്കുവോ? എന്തോന്ന് ഹരിപ്പാട് മേടിച്ച് ഐപാടൊക്കെ വാങ്ങിച്ചേരാ. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലേ വടക്കേലെ സഹദേവൻ ചേട്ടനെ കണ്ടു പഠിക്കും. അവനെ കണ്ടു പഠിക്കാൻ ഞാൻ കണ്ടു പഠിക്കണം. ചേച്ചിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ചേട്ടൻ നല്ല മുത്ത് പതിപ്പിച്ചൊരു അടിപൊളി അരഞ്ഞാണോ മേടിച്ചു കൊടുത്തത്? ഞാൻ വിശ്വസിക്കൂല. എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ. ഇനി അവരുടെ അരഞ്ഞാണം തപ്പിപ്പോട്ട് നാട്ടുകാരെ തല്ലുകൊണ്ട് ചാകാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്നും ചെയ്തു തരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ചേട്ടാ. ഞാൻ കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഹോട്ടലിൽ ജോലി കിട്ടുക കേട്ടോ. സമ്മതിച്ച്. നീ കാരണമാണ് എനിക്ക് ഹോട്ടലിൽ കുക്കായിട്ട് ജോലി കിട്ടിയത്. സമ്മതിച്ച്. ഈ വീട്ടിലെ അടുക്കളയിൽ എരിഞ്ഞു തീരേണ്ട ഒരു സാമാനമായിരുന്നു ഞാൻ. സമ്മതിച്ചല്ല? അപ്പഴി ഞാൻ ഈ വീട്ടിൽ സാമ്പാറും അവിയലും കച്ചടി മിച്ചടിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിലൊരു ചിന്ത, എന്തിനാണ് ജീവിതം ഇതിനകത്ത് എരിഞ്ഞു കളയണത്? ആ സമയം കൊണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ 10-30,000 കിട്ടൂലേടി. അതുകൊണ്ടാണ് ഞാൻ ഹോട്ടലിൽ പോയി ജോലി ചെയ്തത് കുക്കായിട്ട്. നിങ്ങൾ എന്നെ അത്ര പുച്ഛിക്കാന്നും വേണ്ട. എനിക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല രുചികരമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. ഓ നീ രുചികരമായിട്ട് ഉണ്ടാക്കിയൊന്നും പറയല്ലേ, ഇങ്ങോട്ട് വിളമ്പല്ലേ. കഴിഞ്ഞ ക്രിസ്മസിന് ഇവളൊരു കേക്ക് ഉണ്ടാക്കി വെച്ച്. നല്ല കേക്കായിരുന്നു കേട്ടോളനെ. ആ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളിൽ കുറെ കടുതാളി ചൊഴിച്ചവള്. അത് നിങ്ങൾ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ച? നിങ്ങൾ എല്ലാ കറിയും വെച്ച് കഴിയുമ്പോ കടുക് താളിച്ച് അതിന്റെ പുറത്ത് ഒഴിക്കാറുണ്ടല്ലോ. മേലാൽ അടുക്കള എന്നുള്ളൊരു വാക്ക് പോലും മിണ്ടിപ്പോരുത്. അതിനുള്ളൊരു ക്വാളിറ്റി പോലും ഇല്ല. നിന്റെ ഭാഷയിൽ അടുക്കള എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പൂട്ടിക്കിടക്കണ തെക്കിനി. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. എനിക്ക് ഒന്നും ചെയ്തു തരില്ല. എനിക്കറിയാം. നിനക്കിപ്പോ എന്താണ് വേണ്ടത് പറ. എന്തെങ്കിലും മേടിച്ചു തരുമോ? അതെന്താന്ന് വെച്ചാ പറ. എടി നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഞാൻ മറന്നെന്നാണ് നിന്റെ വിചാരം? പിന്നെ എടി ഞാൻ ഒരു നമ്പർ ഇട്ടേല്ലേ, നീ എവിടം വരെ പോകുന്നത്? എടി എന്നെ പൊന്നു ചങ്കേ, നീ ആ ജനലിനകത്തോട്ട് നോക്ക്. എന്താ കണ്ടാ? സുന്ദരമായൊരു കാഴ്ച കാണണം. കണ്ട? അവിടെ നിങ്ങൾ നിക്കറയിലൊക്കെ ഇട്ടങ്ങനല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. എനക്ക് അത് മാത്രമേ കാണണോളാ. അപ്പുറത്തെ പാളിൽ നോക്കടി, അങ്ങോട്ട് നോക്കടി. അയ്യോ ചേട്ടാ, കാലം പോത്തിന്റെ പുറത്ത് വന്നിരിക്കണ ചേട്ടാ. അയ്യോ കാലം പോത്തിന്റെ പുറത്താ? എടി പോത്തിന്റെ പുറത്ത് ജോർജ് ഇരിക്കണത്. കാലിന്റെ പേരൊക്കെ ജോർജ് എന്നാ. എടി അങ്ങനെയല്ലേ, നമ്മളെ വെഡിങ് ആനിവേഴ്സറി ഇല്ലേ? അപ്പൊ വലിയൊരു പോത്തിനെ മേടിച്ചിട്ട് ഇന്ന് പോത്ത് ബിരിയാണി ഉണ്ടാക്കി നാട്ടുകാർക്ക് മുഴുവൻ വിളമ്പാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ. ഓ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു. ആ പോത്തിനെ വെട്ടാൻ വന്ന ആളാണ് ജോർജ്. ജോർജ് പോത്തിനെ വെട്ടാറായ? പോത്തിനെ വെട്ടട്ടാന്ന്. നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഫസ്റ്റ് വെട്ട എന്റെ വക. അതെ, ഈ ഗ്രൂപ്പിൽ എല്ലാരും ഇന്ന് വൈകുന്നേരം വീട്ടിലോട്ട് വന്നോട്ടെ. ചേട്ടൻ ബീഫ് ബിരിയാണി വെക്കലുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊണ്ടുതന്നെ. ആനിവേഴ്സറി ആണ് വെട്ടട്ടാ. ജോർജ് വെട്ട് മാറിയടാ. എന്തിനാ കയറിയിട്ട് വെട്ടിയത്? പോണ്ട. അയ്യോ ഒന്നാ പോയി പിടിയണ്ട. ഇങ്ങോട്ട് വാ. ചെറിയൊരു അബദ്ധം പറ്റിയടി. ഞാൻ വെപ്രാളത്തിന് വെട്ടിയപ്പോഴേ പോത്തിന്റെ കയറിലാണ് വെട്ടുകൊണ്ടത്. പോത്ത് ഒരു ജംഗ്ഷൻ മുഴുവൻ എടുത്തോണ്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. പോത്താണ് ഓടിയത്. എന്താണ് സംഭവിക്കണേന്ന് അറിയാൻ പറ്റൂല. പോത്ത് വരുന്ന പോത്തെണ്ണ ഇതുവഴി ഓടുന്ന അങ്ങോട്ട്. ചേട്ടൻ നമ്മളിനി ബീഫ് ബിരിയാണി വെക്കാൻ എന്ത് ചെയ്യും ചേട്ടൻ?
കൂട്ടുകാരൊക്കെ വരും. ഈ ബിരിയാണിയുടെ കാര്യമല്ല അടിച്ച് മണ്ട കീറിക്കളയും. എടി മനുഷ്യ എന്തോ ചെയ്യണമെന്ന് ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. പോത്ത് ഓടിയത് കണ്ട ദൈവമേ, ഇനിയിപ്പൊ ഞാൻ എന്തോ ചെയ്യും? അയ്യോ, ഞാൻ ആശിച്ചു കെട്ടിയ പെണ്ണാണ് അത്. ആരടാ അത്? ഇതിന് ഇന്നൊരു തീരുമാനം എനിക്കറിയണം. അവിടെ നില്ല്. ബാക്കി പൂവ് എവിടെ? ബാക്കി പൂ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? വേണോ? പറയിപ്പിക്കണോ? എന്താന്ന്? ഇന്ന് എന്റെ കല്യാണമായിരുന്നു. നല്ല പരിപാടിയാണ്. ഇപ്പോഴാണ് വന്ന് കല്യാണം വിളിക്കണത്. ഈ പെണ്ണുമുള്ള ഇത് എന്തുവാ പറയുന്നത്? അതല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് എന്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയതും ഭാര്യ അങ്ങ് എടുത്ത്. എന്തൊരാക്രാന്തോടാ! മണ്ഡപത്തിന്റെ ഫ്രണ്ട് വെച്ച് എന്നെ ഭാര്യ എടുക്കാതെ വീട്ടിൽ പോയി ഭാര്യ എടുത്തുകൂടായിരുന്നോ? അയ്യോ, ഞാൻ എടുത്ത കാര്യമല്ല. നിങ്ങളുടെ ഈ വീട്ടിൽ നിന്നൊരു പോത്ത് പോയില്ലേ, ആ പോത്ത് എന്റെ പെണ്ണുമ്പുളെ കൊമ്പി ചേർത്തോട് ദോ കൊണ്ടുപോയെന്ന്. നമ്മളെ പോത്തിന്റെ കാര്യമാണ് വന്ദേ ഭാരത് കണ്ടിട്ടുണ്ടോ? ഭയങ്കര സ്പീഡാണ്. അതിലും സ്പീഡിലാ എന്റെ പെണ്ണുമ്പുളെ കൊണ്ട് കൊമ്പിക്കൊരു തോണ്ട് കൊണ്ടുപോണത് കണ്ട. കയ്യിൽ മുല്ലപ്പൂ പോത്ത് കൊണ്ടുപോയല്ലോ, ചാടി പിടിച്ചതാ. കിട്ടിയത് അവിടെ വിഗിലായി പോയി. എനിക്ക് മുടിയില്ല, അതെനിക്ക്. നിങ്ങൾ എന്തൊരു പെണ്ണുമ്പുള്ളേ. ആ പടെ കിട്ടിയത് ഇതാണ്. ഇത് ഞാൻ ഓർമ്മയ്ക്ക് വെച്ചോ, അത് അവർക്ക് കൊടുക്കണമെന്ന്. മിസ്റ്റർ, കൊടുത്തൂടെ? കൊടുക്ക. ഇങ്ങോട്ട് വന്നേ. അയ്യോ, എന്തിനാന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എന്താ കാരണം പറ. മനസ്സിലായില്ല. പിന്നെ എന്തിനാ മനസ്സിലായെന്ന് പറഞ്ഞത്? മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ അടി കിട്ടിയാലോ? പിടിച്ചോ. ഇനി മേലാ കള്ളത്തരം പറയരുത്. ഇത് ദീപാവലിയാണോ? എന്താണ്? ആരോ ടോട്ടോ ഒന്ന് പടക്കം പൊട്ടിക്കുന്നു. ടോട്ടോ ഒന്ന് പടക്കം പൊട്ടിച്ചല്ല, പിന്നെ ഡോന്ന് വിളിച്ചതാണ്. എന്തിനാ? ചെറുക്കന്റെ കെട്ടിയവനെ പിടിച്ചിട്ട് തല്ലണത്? അവൻ കെട്ടിയവനായിരിക്കും, പക്ഷെ ഞാൻ കെട്ടിയ പെണ്ണിനെ അവൻ ആരെന്നറിയാമോ? ആരാണ്? കാമുകൻ. എടോ ദുഷ്ട, താനപ്പൊ ഇത്രയും നാളെ ചതിക്കണായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി. നീ ഒന്ന് സൗമ്യമായിട്ട് സംസാരിക്കടി. എന്റെ പെണ്ണുമ്പോൾ എന്തിനാ അങ്ങ് സംസാരിക്കേണ്ടത്? സൗമ്യ. എപ്പോഴും സൗമ്യ സൗമ്യ എന്ന് പറയുന്നുണ്ടോ? എപ്പോഴും പറയൂടാ. ആ പെണ്ണ് എങ്ങനത്തെ പെണ്ണാടാ കാണാനൊക്കെ? കാണാൻ വലിയ കുഴപ്പമൊന്നും, പിമ്പിരി മുടിയും കുക്കിരി പല്ലൊക്കെ ആയിട്ടൊരു കൊച്ച്. എന്തിനടാ കള്ളം പറയണത്? കെട്ടിയ പെണ്ണെ കുറിച്ച് നല്ല രസോടി കാണാൻ നോക്ക്. ഇതിപ്പോ കാണാൻ വലിയ പോലെ. ഇത് നിങ്ങളുടെ ഫോണിലെ നിങ്ങളുടെ ഫോണിൽ എങ്ങനെ അവക്കടെ പടം വന്നത്? അതെങ്ങനെ വന്ന്? അതെങ്ങനെ എന്റെ പൊണ്ണങ്ങളുടെ അവളെ പടം വന്നത്? അത് ഞാനല്ലടാ ചോദിക്കേണ്ടത്. ഫേസ്ബുക്ക് ഫ്രണ്ട്. ഇപ്പൊ തന്നെ അവളെ നിന്ന് കളഞ്ഞോ നിങ്ങള്? അത് പറ്റൂല, അവളെന്നെ ഫോളോ ചെയ്യും. എന്റെ സൗമ്യ പൊട്ടി. സൗമ്യ? നിന്റെ സൗമ്യ അല്ലടാ, നിന്റെ സൗമ്യ എന്ന് പറയടാ. അവന്റെ മുതുകത്തൊരു പാടുണ്ടല്ലോ. അല്ല, അവൻ കള്ളം പറഞ്ഞതാ. എന്റെ സൗമ്യയുടെയും കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞെന്റെ അന്ന് രാത്രി അവൻ സൗമ്യയുടെ വീട്ടിൽ വന്നു. ചാടി പ്ലാവിന്റെ മണ്ടേ കയറി. അവിടെ സൗമ്യയുടെ അച്ഛൻ ചോദിച്ചു ആരടാന്ന് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞെന്തോ ചക്കയില് കുരുനിറക്കണ ദൈവം. അത് എവിടത്തെ ദൈവോടാ? അല്ലെങ്കിൽ തന്നെ എനിക്ക് പെണ്ണ് വാഴൂല. പെണ്ണിന്റെ വാഴയല്ലേ? പെണ്ണിന്റെ വാഴയല്ലേന്നോ? ഇവിടെ പെണ്ണ് എനിക്ക് വാഴൂല. എന്താന്ന് അറിഞ്ഞൂടാ. ഒന്നും നാടിന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. എനിക്ക് മൂലത്തി കാലാണല്ലോ. നീ എങ്ങനെയാടാ ഷൂട്ടുണ്ട് നടക്കുന്നത്? അതല്ല, മൂലം കാല് പകുതിയായിട്ടാണ് ജനിച്ചത്. അതിന്റെ ആണെന്ന് തോന്നുന്നു. ഏതൊക്കെ പെണ്ണിനെ കെട്ടിയാൽ ഇതൊക്കെ തന്നെ ഇപ്പൊ മൂന്നാമത്തെ പെണ്ണാണ്. അതിന്റെ പ്രശ്നമൊന്നുമല്ല. നമ്മളൊരു പേരിടുമ്പോ ന്യൂമറോളജി പരമായിട്ട് ഇടണം. അതായത് ഉപ്പ എന്നൊരു അക്ഷരം ഉണ്ടല്ലോ, പ എന്നൊരു അക്ഷരം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എരണമാണ്. പത്മപ്രിയ ഭയങ്കര എരണമാണ്. അതുപോലെ പശുപതി സിനിമാടൻ ഭയങ്കര എരണമാണ്. അതുകൊണ്ട് നിന്റെ പേരിന്റെ മുമ്പേ ഒരു പാ ചേർത്ത് നോക്ക്. വെച്ചടി കയറ്റമായിരിക്കും. ഇതെനിക്ക് പറ്റൂന്ന് തോന്നുന്നില്ല. എന്റെ പേര് റിച്ചു എന്നാന്നല്ലോ. ഈ പായും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആൾക്കാർ വിളിക്കോ പറച്ചൂന്ന്? അയ്യോ, അത് നടക്കൂല. അത് പോട്ടെ, ഈ പെണ്ണമ്പിള്ളെ കൊമ്പിൽ കൊണ്ടുപോയല്ല, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഒന്ന് നോക്കട്ടെ. നഷ്ടപ്പെട്ടു. നിങ്ങളല്ലേ പോത്തിനെ വിളിച്ചത്? അച്ഛാ, അവളെ പോത്തോണ്ട്. കൊച്ചച്ഛനാ? അയ്യോ, കൊച്ചച്ഛ, അച്ഛ എവിടെ? അയ്യോ, പോത്ത് അച്ഛനെ തട്ടിയേ അടപ്പായസത്തി എടുത്തിട്ടല്ലോ. പൊട്ടാത്ത അടപ്പായസം എന്ന് പറഞ്ഞ് പാചകക്കാരൻ ചട്ടുവത്തിനിട്ട് കുത്തുന്നെന്ന് അച്ഛനെ. അച്ഛന് ഹൈ ഷുഗറാ. വാ തുറന്ന് പായസം കേറിയ തല കറങ്ങുന്നു കഴിഞ്ഞ് വാ തുറക്കാതിരിക്കുക. ദൈവമേ, നാളെ ആരുടെയെങ്കിലും ഇലയുടെ തുമ്പത്ത് അച്ഛനെ വിളമ്പി വെക്കുവോ? ഒരു ആദ്യരാത്രി എന്നുള്ള മോഹം അങ്ങ് പോയല്ലേ? എനിക്ക് ആദ്യരാത്രി ഭയങ്കര സങ്കല്പമാണെന്ന്. ഈ ആദ്യരാത്രി ഒന്നും വലിയ സംഭവമൊന്നും അല്ല മോനെ. അത് നിനക്ക്, എനിക്കത് വലിയ സംഭവം തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. എന്തോ ഇതിന് ഞാൻ പ്രതികാരം വിട്ടും. ഞാനൊരു പോത്തിനെ മേടിച്ച് അതിനെ ഇങ്ങോട്ട് അഴിച്ചു വിടും. നിന്റെ പെണ്ണുപിള്ളെ കൊമ്പി കൊരുത്ത് പോകുന്ന എനിക്ക് കാണണോടാ? നീ സങ്കടം പറഞ്ഞോടാ?
ഇരുന്ന് ചിരിക്കണ്? ഇരിക്കണ സന്തോഷമുള്ള കാര്യം പറയുമ്പോ പിന്നെ ചിരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ പോത്ത് എവനെ കൊണ്ടുപോട്ടെ. അത് മതി. അത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല. എന്നെ അയ്യോ, തൂണ്ട പോത്തിന്റെ കൊമ്പില് സൗമ്യ പോണ്. അയ്യോ എന്റെ സൗമ്യ. ഏ? അല്ല നിന്റെ സൗമ്യ, നിന്റെ സൗമ്യ. ഞാനേ അയ്യോ. അവിടെ കയറി ബ്ലോക്ക് ചെയ്യാം. ഈ ഒരു കാര്യം ചെയ്യ്, ബ്ലോക്ക് ചെയ്ത് സൗമ്യ പിടിച്ചോണ്ട് വാ. സൗമ്യയെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ദാണ്ടേ നിന്നെയും സൗമ്യയും വെച്ചോണ്ട് എനിക്ക് രണ്ട് വർത്താനം പറയണം. ഞാൻ അങ്ങോട്ട് വരട്ടെ, അവിടെ പോയി തടയും ഞാൻ. എന്തേ എന്ത് ഇത്ര സങ്കടത്തിൽ നോക്കണ? നിങ്ങളുടെ സൗമ്യ പോയാ? നിങ്ങൾ എന്റെ സൗമ്യനെ കൂടി ജീവിച്ചോ, ഞാൻ എന്റെ പാട്ടിന് പോകാൻ പോണേ. നടങ്ങടി കാര്യം പറയാ, നീ എവിടെ ഇറങ്ങി പോണത്? ഇതിൽ കൂടുതൽ കാര്യം അണ്ണാ, അണ്ണാ, അയ്യോ ആരേലും ചോദിച്ചാ ഞാൻ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് പറയണേ. നീ എവിടെ പോണ്ട? ഈ പോക്ക് കണ്ടിട്ട് ഇത് പോണ്ടിച്ചേരിക്ക് പോണം തോന്നി ഈ പോത്ത്. അയ്യോ അപ്പൊ എന്റെ സൗമ്യേ? സൗമ്യ അപ്പുറത്തെ കൊമ്പിയുണ്ട്. ആ ഭാഗ്യം, എന്റെ സൗമ്യ സേഫായി. അവന്റെ സൗമ്യ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.